സർക്കാർ നികുതി വർധന കൂടി ലക്ഷ്യപ്പെടുന്നുണ്ട് ഈ ഡ്രൈഡെ പിൻവലിക്കുന്നതിനൊപ്പം. അല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ട് നികുതി പിരിക്കുന്നില്ലല്ലോ. TOT ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ലല്ലോ. ടേൺ ഓവർ ടാക്സ് വലിയ വെട്ടിപ്പാണ് നടക്കുന്നത്, അതും ധാരണയിലാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച് IT പാർക്കുകളുടെ മദ്യം കൊടുക്കാനുള്ള ഒരു നയം പുതിയ സർക്കാർ. അല്ല, ഈ IT പാർക്കുകൾ ഉൾപ്പെടെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ ബാറുകളുടെ സമയപരിധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല. സമഗ്രമായ മാറ്റമാണ് അബ്കാരി ചട്ടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രതിപക്ഷമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടില്ല. സാമ്പത്തിക കാര്യ സമിതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഞങ്ങളവിടെ ശക്തിയായിട്ട് അവിടെ എതിർത്തു. പ്രതിപക്ഷ അംഗങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ കാര്യം ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തു. എന്നിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കാം എന്നുള്ള ഉറപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്ല, ഞങ്ങൾ അതിനെ എതിർത്തിരുന്നല്ലോ. ആ നീക്കത്തെ ഞങ്ങൾ എതിർത്തിരുന്നു. IT പാർക്കിലൊക്കെ മറ്റ് സമാനമായ അവസ്ഥയാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. ടൂറിസം വികസനത്തിന് വേണ്ടിയാണെന്നൊക്കെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. അത് ചർച്ച ചെയ്യട്ടെ. അതൊന്നും ഞങ്ങൾ ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഇത് എങ്ങനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അവരാവശ്യപ്പെട്ട കാര്യങ്ങളാണ്, ബാർ ഉടമകൾ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ഡ്രൈ ഡേ പിൻവലിക്കണം, സമയപരിധി കൂട്ടണം തുടങ്ങിയ ആവശ്യങ്ങൾ അവരും കൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് അഴിമതി ഇവിടെ വിഷയമുള്ളത്. മറ്റത് നിലവിലുള്ള ബാർ ഉടമകളല്ലല്ലോ. ഈ പുതിയതായിട്ട് പാർക്കിൽ മദ്യം ഷോപ്പ് തുടങ്ങാൻ പോകുന്ന അവർക്കല്ല, അവിടുത്തെ ഈ കോർഡിനേറ്റർമാർക്കും ചാർജ് ഉള്ളവർക്കുമാണ് അതിന്റെ. അല്ലാതെ ഈ നിലവിലുള്ള ബാർ ഉടമകൾക്കല്ല. അതും ഇതും തമ്മിൽ അല്ല കണക്ഷൻ. ഇത് നിലവിലുള്ള ബാറുകൾക്ക് ഫേവർ ചെയ്തു കൊടുക്കുകയാണ്, സൗജന്യം ചെയ്തു കൊടുക്കുകയാണ്. അതിന് പകരമായിട്ടാണ് ഈ തുക പിരിക്കുന്നത്. മറ്റത് വേറെയാണ്. ടെക്നോ പാർക്കുകൾ അത് ഇതുമായിട്ട് മിക്സ് ചെയ്യണ്ട. ഈ അഴിമതി അതുമായിട്ട് മിക്സ് ചെയ്യണ്ട. അത് നിലവിലുള്ള ബാർ ഉടമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല, അത് വേറെ കേസാണ്. ഇത് നിലവിലുള്ള ബാർ ഉടമകൾക്ക് ബാറുകളെ ബാധിക്കുന്ന അവരാവശ്യപ്പെട്ട അവരുടെ സംഘടനയും ബാർ ഉടമകളും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അല്ല, ആദ്യം മന്ത്രി മാറി എന്ന് അന്വേഷിക്കട്ടെ. മന്ത്രി രാജിവെച്ച് പുറത്തു നിന്നുണ്ട്, അന്വേഷിക്കട്ടെ. അതാണല്ലോ വേണ്ടത്. എന്നിട്ട് അന്വേഷിക്കട്ടെ. എന്നിട്ട് അന്വേഷണം ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തട്ടെ. ഇക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ് ചെയ്തതെന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടക്കുന്ന കാര്യം വളരെ വ്യക്തമാണല്ലോ, ക്ലിയറാണ്. സംഘടനയുടെ ഒരു ജില്ലാ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ യോഗം നടന്ന സ്ഥലത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന മെസ്സേജാണ്, വളരെ വ്യക്തമാണ്. നിഷേധിക്കാൻ പറ്റില്ല. അറിയപ്പെടുന്ന ആളാണ്, അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പണത്തിന്റെ പിരിവ് നടക്കുന്നുണ്ട്, ഇത് ചെയ്തു കൊടുക്കാന്നുള്ള കണ്ടീഷനിൽ. അതാണ് സംഭവം. ഒരു ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നുണ്ടല്ല, നമ്മളിത് കൊടുത്താലേ ഇത് ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടൂല, വേറെ ആരും നമ്മളെ സഹായിക്കാൻ ഇത് കൊടുത്താലും നടക്കുള്ളൂ എന്നാണ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ആ സംഭാഷണം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ അറിയാം. പണം കൊടുക്കാതെ കാര്യം നടക്കില്ല, പണം കൊടുത്തേ മതിയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തെളിവ് വേറെ എന്താ പണപ്പിരിവ് നടത്തുന്നതിന്?